അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഇതിനെ കുറിച്ചിട്ട് പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഒരു ഒബ്ജക്റ്റ് അലോങ് ദ ഹൊറിസോണ്ടലിൽ കൂടെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിൽ അലോങ് ദ ഹൊറിസോണ്ടലിൽ കൂടെ അറ്റ് ആൻ ആംഗിൾ തീറ്റയിൽ കൂടെ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു പരാബോളിക് പാത്തിൽ കൂടെ സഞ്ചരിച്ച് എന്ത് സംഭവിക്കും? എർത്തിൽ വന്ന് പതിക്കും. ഈ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത് ഇസ് എ 2 ഡയമെൻഷണൽ മോഷൻ. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ മോഷൻ. ഇനി ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ എപ്പോഴും 2 ഡയറക്ഷനിൽ, അതായത് നമ്മൾ 2 ഡയറക്ഷൻ എടുക്കുന്നു. അതായത് ഫ്ലോറിൻ്റെ എലോങ് ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് എന്നും ഫ്ലോറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനെ നമ്മൾ വൈ ആക്സിസ് എന്നും പറഞ്ഞിട്ട് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 കേസിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒന്ന് എക്സ് ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ വൈ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ 2 ഇക്വേഷൻസ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതിൽ ഫസ്റ്റ് എലോങ് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ കൂടെ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. വി ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണെങ്കിൽ നമ്മൾ നേരത്തെ വെക്ടറിനകത്ത് നമ്മൾ റിസൊല്യൂഷനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് വെക്ടറിൻ്റെ കോമ്പോണൻറ്റുകളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെക്ടർ റെസൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ എക്സ് ആക്സിസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന വാല്യൂവിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി വൈ ആക്സിസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ ഇതേപോലെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ എലോങ് ദ എക്സ് ആക്സിസ് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലോങ് ദ എക്സ് ആക്സിസിൽ ദർ ഇസ് നോ ഫോഴ്സ്. കാരണം ഒരു തരത്തിലുള്ള ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല ഏതിൽ കൂടെ? എക്സ് ആക്സിസിൽ കൂടെ. അപ്പോൾ അതിനാൽ തന്നെ മോഷൻ എന്ന് പറയുന്നത് ഈ വിൽ ബി യൂണിഫോം. മോഷൻ വിൽ ബി എന്തായിരിക്കും? യൂണിഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അഥവാ വി കോസ് തീറ്റ എന്ന് പറയുന്ന കോമ്പൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും, റിമെയിൻസ് കോൺസ്റ്റൻ്റ്. അതിനോടൊപ്പം തന്നെ നമ്മൾ വായിക്കേണ്ട ഒരു സംഗതി ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് എക്സ് ആക്സിസ്. അതിനെ തൽക്കാലം നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. വിൽ ബി ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു യൂണിഫോം മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ ബി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, യെസ്. ഇനി വൈ ആക്സിസിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വൈ ആക്സിസിൽ എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ആദ്യം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. എന്നിട്ട് അതെന്ത് ചെയ്തു? മാക്സിമം ഹൈറ്റ് എച്ച് പൊസിഷനിലേക്ക് എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ സംഭവിക്കുന്നത്? 0യിൽ നിന്ന് മാക്സിമം ഹൈറ്റ് എച്ചിലേക്ക് വന്ന് പിന്നെ വീണ്ടും 0യിലേക്ക് വരുന്നു. നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ, അതായത് അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷനിൽ യു സൈൻ തീറ്റ അപ്പർ ഡയറക്ഷനിലാണ്. എന്നാൽ അത് പതിക്കുന്ന സമയത്ത് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിട്ട് മാറി? യു സൈൻ തീറ്റ ഡൗൺവേർഡ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വേറൊരു സെപ്പറേറ്റ് മോഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സെപ്പറേറ്റ് മോഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ സൈൻ കോമ്പോണൻറ്റും ആ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ, അതായത് വെർട്ടിക്കൽ മോഷനിൽ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യും. നമ്മൾ മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈനകത്ത് വെർട്ടിക്കൽ മോഷനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഒരു സാധനം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു തന്നെയായിരിക്കും. ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് യു സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണെങ്കിൽ അത് താഴെ വന്ന് പതിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. വിച്ച് വിൽ ബി ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇനി ഗ്രാവിറ്റി എങ്ങോട്ടാണ് പുള്ളി ചെയ്യുന്നത്? താഴോട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ഇറ്റ്സ് സ്പീഡ്. എവിടെ വരെ? 0 തുടങ്ങി എച്ച് ഹൈറ്റ് വരയ്ക്ക് 0 തുടങ്ങി എച്ച് ഹൈറ്റ് വരയ്ക്ക് ഈ പരാബോളിക് മോഷൻ്റെ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. അത് കുറഞ്ഞ് അപ്പർ പോർഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് അതെന്ത് ചെയ്തിട്ടുണ്ടാവും? മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ടുണ്ടാവും.
അപ്പോൾ ഈ പോർഷനിൽ അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സെക്ഷനിൽ എപ്പോഴും മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസിലറേറ്റിംഗ്. മോഷൻ ഈസ് ഡിസിലറേറ്റിംഗ്. കാരണം ഈ പൊസിഷനിൽ അല്ലെങ്കിൽ ഈ പോർഷനിൽ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലും വെലോസിറ്റി എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലും ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലുമാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി യൂണിഫോംലി റിട്ടാർഡിങ് മോഷൻ. ഇനി അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? പതിയെ അതിൻ്റെ സ്പീഡ് കുറയുന്നു. സ്പീഡ് ഇൻക്രീസ് ചെയ്ത് ഈ പൊസിഷനിലെത്തുമ്പോൾ സ്പീഡ് എന്തായിട്ട് മാറുന്നു? യു സൈൻ തീറ്റ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കുന്നു? ആക്സലറേഷനും സെയിം ഡയറക്ഷനിൽ, വെലോസിറ്റിയും സെയിം ഡയറക്ഷനിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആക്സിലറേറ്റഡ് മോഷൻ സംഭവിക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി, വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ യു സൈൻ തീറ്റ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്, അപ്പോൾ പോസിറ്റീവ്. ആക്സലറേഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, അപ്പോൾ -gt. അപ്പോൾ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു യു സൈൻ തീറ്റ -gt. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിന് സെയിം ഇക്വേഷൻ തന്നെ. ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ ഇൻറ്റു ടി. ആക്സലറേഷൻ താഴേക്കാണ്, അപ്പോൾ -12 ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ രണ്ട് ഇക്വേഷനാണ്. ഒന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ, രണ്ടാമത്തത് ഏതിൻ്റെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, യെസ്. ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതിനകത്തുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം, എത്ര ടൈം വേണം? സെക്കൻഡ്. ആ സമയം കൊണ്ട് ഇത് എത്ര മാക്സിമം ഹൈറ്റിലേക്ക് പോയി, അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്ര? ഇനി എന്ത്? അത്രയും നേരം കൊണ്ട് അതെത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, അതിനെ നമ്മൾ പറയുന്നത് റേഞ്ച്. അപ്പോൾ ഈ 3 മെയിനായിട്ടുള്ള സംഗതികളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്, പ്രൊജക്ടൈൽ മോഷനിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് അതിനെ ടി എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി. നോക്കിയേ, ഒരു പൊസിഷനിൽ നിന്ന് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ആൻ ആംഗിൾ തീറ്റ, ആ ആംഗിൾ എന്ന് പറയുന്നത് യു. അത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതൊരു പ്രൊജക്ടൈൽ മോഷനിൽ കൂടെ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വന്ന് പതിക്കുന്നു. സോ ദിസ് ഈസ് എ പ്രൊജക്ടൈൽ മോഷൻ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പോയിന്റിൽ നിന്ന്, ഇപ്പോൾ ഈ പോയിന്റിൻ്റെ പേര് എ ആണ്, ഈ പോയിന്റിൻ്റെ പേര് ബി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ പോയിന്റിൻ്റെ ഇതാണെന്ന് വിചാരിക്കാം. ഇപ്പം ഇനി നമ്മൾ എക്സ് ആക്സിസിലുള്ള മോഷൻ സംഭവിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്താനെടുത്ത സമയം എന്ന് പറയുന്നത് ടി ആണെന്ന് വിചാരിച്ചോ. എയിൽ നിന്ന് ബിയിലേക്ക് എത്താനെടുത്ത സമയം ടി ആണെന്ന് വിചാരിച്ചോ. ഇനി ഈ പോയിന്റിനെ ഞാൻ സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും അതേ ലെവലിലേക്ക് എ എന്ന് പറയുന്നതിൻ്റെ അതേ ലെവലിലേക്ക് എത്താനായിട്ട്, എയും ബിയും സെയിം ലെവലിലാണല്ലോ, എലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെങ്കിൽ എയും ബിയും സെയിം ലെവലിലാണല്ലോ. അപ്പോൾ തിരിച്ച് അതേ എയുടെ ലെവലിലേക്ക് എത്താനെടുക്കുന്ന സമയവും ടി തന്നെയല്ലേ? മനസ്സിലായോ? അതായത് ഈ ഒബ്ജക്റ്റിനെ പ്രൊജക്ടൈൽ മോഷനിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനെടുത്ത സമയവും ഈ എയുടെ ലെവലിലേക്ക് പോയിട്ട് എയുടെ ലെവൽ ഹൈറ്റിൽ നിന്ന് പോയിട്ട് സിയിലെത്തിയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് എയുടെ അതേ ലെവലിലേക്ക്, എയും ബിയും സെയിം ലെവലിലാണ്, അതേ ലെവലിലേക്ക് എത്താനെടുത്ത സമയവും രണ്ടും സെയിം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് സംഗതികളെയും അല്ലെങ്കിൽ ഏതിനെ കണക്ട് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ മോഷനെയും വെർട്ടിക്കൽ മോഷനെയും കണക്ട് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഈ ഒബ്ജക്റ്റ് അലോങ് ദ വെർട്ടിക്കൽ, ഇവിടെ ഒരു ഷാഡോ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പ്രൊജക്ടൈൽ മോഷൻ എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷാഡോ ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രൊജക്ടൈൽ മോഷനിൽ എറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താ സംഭവിക്കുക? ഒബ്ജക്റ്റ് മുകളിലേക്ക് പോയി താഴേക്ക് എത്തി, അല്ലേ? ഒബ്ജക്റ്റ് മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? വീണ്ടും താഴേക്ക് എത്തി.
ആണല്ലോ. ഷാഡോയിൽ അങ്ങനെയല്ല കാണുക, മുകളിലേക്ക് പോയിട്ട് താഴേക്ക് എത്തി. ആ മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് സെയിം പൊസിഷനിലേക്കല്ല എത്തുന്നത്. ഹൈറ്റ് അക്കോർഡിംഗ് ടു ഹൈറ്റ് ഡിഫറൻസിനകത്ത് അതിൻ്റെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 അല്ലേ. നോക്കിയേ, എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് പോയി വീണ്ടും എ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ നോക്കിയേ, പോയി വീണ്ടും അതേ പൊസിഷൻ ലെവലിലേക്ക് അല്ലേ വരുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പ്രൊജക്ടൈൽ മോഷനിൽ എന്തായിരിക്കും വരിക? 0. ഫോർ കംപ്ലീറ്റ് പ്രൊജക്ടൈൽ മോഷന് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക? 0. ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഏത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക? y = u sin θ × t - ½ gt². അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0. അപ്പോൾ u sin θ × t - ½ gt² 0 എന്ന് പറഞ്ഞു വരും. അപ്പോൾ അതിൽ നിന്ന് u sin θ × t = ½ gt² എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ t എന്തെന്ന് പറഞ്ഞിട്ട് വന്നു? 2u sin θ / g. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ്. യെസ്, ദിസ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഒരു ഒബ്ജക്റ്റിന് എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എടുക്കുന്ന അതേ സമയം തന്നെയാണ് താഴത്തേക്ക് എടുക്കുക. അപ്പോൾ അതായത് അണ്ടർ ഗ്രാവിറ്റിയിൽ, അതായത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കൽ ഹൈറ്റിലേക്ക് എത്ര പോകുന്നോ അതിന് എത്ര സമയം എടുത്തോ അത്ര തന്നെ സമയം കൊണ്ട് അതെന്ത് ചെയ്യും? താഴത്തേക്കും വീഴും. അപ്പോൾ ടൈം ഓഫ് അസെൻറ്റ് വിൽ ബി ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്. ടൈം ഓഫ് അസെൻറ്റ് വിൽ ബി ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അസെൻറ്റ് ചെയ്യാനുള്ള ടൈം പ്ലസ് ഡിസെൻറ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഡിസെൻറ്റ് ചെയ്യാനുള്ള ടൈം കൂടിയാണ്. അത് രണ്ടും കൂടി ചേർന്നതാണ് 2u sin θ / g. രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യാനെടുത്ത സമയം എത്രയായിരിക്കും വരിക? വിൽ ബി ഈക്വൽ ടു u sin θ / g. ഓക്കെ, u sin θ / g. അങ്ങനെയാണെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാനെടുത്ത മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലോ. അതായത് എത്ര മാക്സിമം ഹൈറ്റ് അതിനെത്താൻ പറ്റി എന്നുള്ളത് ആലോചിക്കാമല്ലോ. നോക്കിയേ, ഈ ഒബ്ജക്റ്റിന് ഇത്രയും ഭാഗം മാത്രം നമുക്കതിന് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ നിന്ന് അതിവിടെ വരെ എത്താനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഇത് എത്ര സമയം എടുക്കുന്നത്? അതായത് ഫുൾ പ്രൊജക്ടൈൽ മോഷൻ്റെ ഹാഫ് ടൈം മാത്രം എടുത്താൽ മതി. അതായത് u sin θ എന്ന് പറയുന്ന ടൈം കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റിൻ്റെ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു u sin θ × t - ½ × g × t². ഇത് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് വരിക? u sin θ × u sin θ / g - ½ × g × u² sin² θ / g². ഫൈനലി ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നോക്കിയാൽ ഫൈനലി ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്താ വരുന്നത്? യെസ്, ഇത് സോൾവ് ചെയ്യുമ്പോൾ y = നമുക്ക് എന്ത് കിട്ടുന്നു? u² sin² θ / g - u² sin² θ / 2g ഈക്വൽ ടു എത്ര വരും? u² sin² θ / 2g ആണല്ലോ. മാക്സിമം ഹൈറ്റ് എത്രയാണല്ലോ. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് t വിൽ ബി ഈക്വൽ ടു 2u sin θ / g. അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u² sin² θ / 2g. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഞ്ച്. എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് നോക്കിയേ. എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? x = u cos θ × t അല്ലേ. ഈ ടി എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താനെടുത്ത സമയമല്ലേ. അതായത് h ഹൈറ്റിലേക്ക് പോയിട്ട് തിരിച്ച് വരാനെടുത്ത സമയമല്ലേ. അത് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ x = u cos θ × 2u sin θ / g. u² കോമൺ ആയിട്ട് എടുത്തു, ബാക്കിയുള്ളത് 2 sin θ cos θ / g.
ഈക്വൽ ടു എത്ര വരിക, യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി. അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ആർ വിൽ ബി ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ബൈ ജി. ഓക്കെ, യെസ്. അപ്പോൾ റേഞ്ചും നമുക്ക് കിട്ടി. ആർ വിൽ ബി ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ 3 ടേമും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചു കഴിഞ്ഞു, മാക്സിമം ഹൈറ്റ് പഠിച്ചു കഴിഞ്ഞു, ഹൊറിസോണ്ടൽ റേഞ്ചും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറിയാണ്. ഇക്വേഷൻ ഓഫ് ട്രജക്ടറി. ഈ 3 ഇക്വേഷൻസും നിങ്ങൾ നോക്കിയേ. 3 ഇക്വേഷൻസും നോക്കിയേ. ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഇനീഷ്യൽ വെലോസിറ്റി പോകുമെന്ന് അറിയണം, എത്ര ആംഗിളിൽ അതിനെ ചെരിച്ചെറിഞ്ഞു എന്നറിയണം. ഓക്കെ, എത്ര ആംഗിളിൽ അതിനെ ചെരിച്ചെറിഞ്ഞു എന്നറിയണം. ഇനി ഇവിടെ നോക്കിയാൽ എച്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2g. എത്ര ആംഗിളിൽ എറിഞ്ഞു എന്നറിയണം. അതേപോലെ തന്നെ എത്ര ആംഗിളിൽ എത്ര ഡിഗ്രിയിൽ എന്ത് ചെയ്തു എന്നറിയണം. ഈ പറഞ്ഞ പോലെ തന്നെ മോഷൻ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് തിരിച്ചറിയാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അതായത് എക്സ് ആക്സിസിൽ കൂടെ യൂണിഫോം മോഷനും വൈ ആക്സിസിൽ കൂടെ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനും ആണെങ്കിൽ ആ വരയ്ക്കുന്ന പോകുന്ന പാതയുടെ ഷേപ്പ് എന്ന് പറയുന്നത് പരാബോളിക് പാത്താന്ന് ഞാൻ പറഞ്ഞല്ലോ. പരാബോളിക് പാത്ത്. അതെങ്ങനെയാണ് ഈ പരാബോളിക് പാത്താന്ന് നമുക്ക് മനസ്സിലായത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെയും വൈനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ എഴുതണം. അതായത് എക്സ് എങ്ങനെ വേരി ചെയ്യുന്നു, അതായത് എക്സിൻ്റെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് വൈ എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ആ സാധനത്തിൻ്റെ കർവിൻ്റെ ഷേപ്പ് പരാബോളിക് ആണോ എലിപ്റ്റിക്കലാണോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വി കോസ് തീറ്റ. ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി ആന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അത് കണ്ടുപിടിക്കാനായിട്ട് രണ്ടിനെയും കണക്ട് ചെയ്യുന്നൊരു ടേം എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ടൈമിനെ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എടുക്കാം? യു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ടൈം ടി വിൽ ബി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ആ വാല്യൂ ഏതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് യു സൈൻ തീറ്റ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. യും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഏതാ? എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ which is equal to x tan theta minus half into g x square divided by u square cos square theta. Okay, u square cos square theta. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഈ യു സ്ക്വയർ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ജി, ഇതിനെ നമ്മളൊരു ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. നോക്കിക്കോ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ യു സ്ക്വയർ ഉണ്ട്, കോസ് സ്ക്വയർ ഉണ്ട്. മുകളിലും താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, മുകളിലും താഴെയായിട്ട് സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക.